പടുത്ത് കൊണ്ടുവരാനുള്ളതാണ്. അതിൻ്റെ വർക്കാണ് ഇവിടെ ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അത് തുടങ്ങിയിട്ടില്ല. ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇതാണ്. ഇവിടെ ഒരാൾ മണ്ണിൽ കുളിച്ച് കിടക്കണുണ്ട്. വെള്ളത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ല് ചെയ്യേണ്ട വർക്കാണ് ഇവിടെ നടക്കേണ്ടതുള്ളത്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂരിയാടാണ്. കൂരിയാട് ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഹൈവേയിൽ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്കും ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞ ആ ഭാഗത്തിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ സർവീസ് റോഡും പാലവും ഒരേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കാണുന്ന സർവീസ് റോഡ് പറഞ്ഞാൽ വേങ്ങര മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് റോഡ്. ഈ ഭാഗത്തെ സർവീസ് റോഡ് ഈ റോഡിലൂടെ വന്ന് പാലത്തിലൂടെ കയറി നമ്മളെ പഴയ സർവീസ് റോഡിൽ ഇപ്പം നിർമ്മിച്ചിട്ടുള്ള സർവീസ് റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഹൈവേയിലൂടെയുള്ള വാഹനയാത്ര തുടങ്ങിയിട്ടില്ല. അപ്പോൾ കൂരിയാട് ഭാഗത്തുള്ള പാലാണ് ഈ കാണുന്നത്. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ വാഹന ഗതാഗതം നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു സൈഡിലുള്ള മറ്റുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കാം. നമ്മുടെ പഴയ ഹൈവേ കൂടെ വന്നിട്ട് ആ ഹൈവേയുടെ കുറച്ച് ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ആയിരുന്നു ആദ്യത്തെ ഹൈവേ കടന്നു പോയിരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ ബ്ലോക്കാക്കിയിട്ട് പുതിയ റാമ്പിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക്. നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. വേങ്ങര മലപ്പുറം ഭാഗത്തോട്ടൊക്കെ പോകുന്ന അതിനാവശ്യമായുള്ള ഒരു അണ്ടർപാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം, ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന്. ഇതാണ് കൂരിയാട് ഭാഗത്ത് മറ്റൊരു കാഴ്ച. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇപ്പോൾ പല ഭാഗത്തും അധികം ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തും ഇതാ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചളി പിളി കഴിക്കണം, അങ്ങോട്ടൊക്കെ പോകാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് ഇതാ മണ്ണൊക്കെ ലെവൽ ചെയ്ത് വെച്ച ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള കാഴ്ച. ഇവിടെ ടാറിങ്ങിന് ചെയ്യാൻ മെറ്റൽ ചെയ്യാനുള്ള വർക്കിനൊക്കെ വേണ്ടി ഇവിടെ മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു ഏരിയ കൂടെയാണ് കൂരിയാട് ഭാഗം. കൂരിയാട് ഭാഗത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ കുറച്ച് മുന്നേ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്, ഇവിടെ വെച്ച് നിർമ്മിച്ചതല്ല. ഇനി മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് മെറ്റൽ ലെവൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഇവിടെയുള്ള ഈ അണ്ടർപാസിലേക്ക് മുട്ടിക്കാനുണ്ട്. ഇങ്ങനത്തെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. ചില സമയത്ത് വെയിൽ വരുന്നു, ചില സമയത്ത് വെയിലില്ലാതാവുന്നു. ഇങ്ങനത്തെ ബുദ്ധിമുട്ടിൻ്റെ ക്ലാരിറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്താണ് ജോയിൻ്റ് ചെയ്യിക്കുന്ന ഈ അണ്ടർപാസ് ജോയിൻ്റ് ചെയ്യണ ഭാഗമാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണിട്ട് പൊക്കിയ ഈ ഭാഗവും ഇതും കൂടെ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജോയിൻ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞത് കാണാം. ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് അപ്പുറത്ത് പാടത്തിൻ്റെ വർക്ക് ഒക്കെ പോയി കാണാണ്ട്. അവിടെ ഒരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ കട്ട വെച്ച് പൊക്കുന്നൊരു വർക്കുണ്ട്. പക്ഷേ അത് വളരെ സ്ലോവിലാണ് നടക്കുന്നതുകൊണ്ട് മണ്ണിൻ്റെ ലഭ്യത കൊണ്ടാണോ എന്താണെന്നറിയില്ല. കുറേ ആയി ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കുറേ മുന്നേ വന്ന് ഇവിടെ നോക്കി വീഡിയോ എടുത്തിരുന്ന്. അന്നും ഇന്നും വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാം ഇവിടുന്ന്.
ഇപ്പോൾ പല ഭാഗത്തും NH-66-ൻ്റെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. മഴ ചെറിയൊരു കുറവുള്ള സമയത്തൊക്കെ പല ഭാഗത്തും ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. ഇതാണ് ഇവിടെയുള്ള അണ്ടർപാസിൻ്റെ ഈ അടിഭാഗത്തു കൂടെയാണ് മലപ്പുറം വേങ്ങര ഭാഗത്തൊക്കെ പോകുന്ന വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ വലിയ കമ്പികൾ നീട്ടിയിട്ടേക്കണ്. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച പോലെയുള്ള ഒരു കോൺക്രീറ്റിൻ്റെ സ്ലാബ് പോലെ നിർമ്മിക്കാനുള്ള ഭാഗമാണ് ഇത്. മണ്ണിൻ്റെ ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഭാഗം ഈ കമ്പിയുമായി ജോയിൻ്റ് ആക്കിയിട്ട് വർക്ക് നടക്കുമായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടാണ് ഇത്. അപ്പോൾ കുറച്ച് ഭാഗത്താണ് ഇവിടെ കട്ട വെച്ച് പൊക്കിയിട്ടുള്ളൂ. കട്ട വെച്ചുള്ള വർക്ക് ഈ ഭാഗത്തേക്കൊന്നും മണ്ണൊന്നും കൊണ്ടുവന്ന് നേരത്തേതൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ പോയി നോക്കാം. അവിടെ തോടിൻ്റെ കുറുകെയുള്ള പാലത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിങ് ചെയ്ത് ഒരു കമ്പി അടിച്ചിട്ടുണ്ട്. ഇതാണ് റോഡിൻ്റെ സെൻറ്റർ ഭാഗം. ഇത് വർക്കിൻ്റെ മുന്നോടിയായിട്ട് സെൻറ്റർ ഭാഗം ക്ലിയർ ചെയ്തതായിരിക്കാം. ഇതാണ് കണ്ടില്ലേ, ഇങ്ങനെ കുറേ കമ്പി വെച്ച് കാണാം. ഇനി ഇതിൻ്റെ മേലെ മെറ്റൽ മിക്സ് വരാണ്ട് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഭാഗത്തു നിന്നൊക്കെയാണ് ഇതിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള മണ്ണൊക്കെ എടുത്തൊരു ഭാഗമാണത്. അങ്ങനെ പല ഭാഗത്തുനിന്നും മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. പഴയ ഹൈവേ ഇതാണ് ആ തോട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ തോടിൻ്റെ കുറുകെ വന്നിട്ടുള്ള ഒരു പാലാണത്. ഒരു ചെറിയ പാലം. ആ പാലത്തിൻ്റെ വർക്കൊക്കെ ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിപ്പമൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞ് നമുക്ക് കാണാം. സ്ലാബൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ വരുന്ന വാഹനങ്ങളൊക്കെ വരുന്ന വഴി ബ്ലോക്ക് ചെയ്ത് ഈ ഭാഗത്തേക്കുള്ള ഈ പാലത്തിൻ്റെ ഈ ഹൈറ്റിലേക്ക് കട്ട വെച്ച് പടുത്ത് കൊണ്ടുവരാനുള്ളതാണ്. അതിൻ്റെ വർക്കാണ് ഇവിടെ ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സർവീസ് റോഡ് ഇവിടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. കുറച്ച് മുൻഭാഗത്ത് ഇവിടെ മണ്ണൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇപ്പോഴുള്ള ഇവിടുത്തെ സർവീസ് റോഡ്. ഈ സർവീസ് റോഡ് ഇപ്പം ഇവിടുന്ന് വന്നതിന് ശേഷം തിരിഞ്ഞു പോവുകയാണ്. ഇവിടുന്ന് ഇനി ഇവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഉള്ള വർക്കാണ് ഇനി നടക്കേണ്ടതുള്ളത്. എന്നിട്ട് ഈ സർവീസ് റോഡിലൂടെയാണ് ഇനി വാഹനങ്ങൾ കടന്നു പോകേണ്ടത്. എന്നിട്ട് വേണം ഈ ഭാഗത്തൊക്കെ ബ്രിക്സ് വെച്ചൊക്കെ പടുത്ത് മണ്ണിട്ട് നിറക്കാനുള്ളത്. അതിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ നടക്കേണ്ടതുള്ളത്. ഇവിടെ കുറേ ഭാഗത്ത് മണ്ണൊക്കെ കൊടുന്ന് കൂട്ടിയത് നമുക്ക് കാണാം. അതുപോലെ അവിടെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭാഗത്ത് മണ്ണ് കൊടുന്ന് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇതിന് ആവശ്യമുള്ള മണ്ണ് കൊടുന്ന് ഇപ്പം തന്നെ ഫില്ല് ചെയ്യുകയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വേറൊരു ഡിസൈനാണ് ഈ പാലത്തിന് വന്നിട്ടുള്ളത്. കാണാം നമുക്ക്. ഇത് കുറച്ച് ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റിലാണ് റോഡിങ്ങി പൊങ്ങി പോകാനുള്ളത്. ഇവിടെ കാണാം. പിന്നെ സുഹൃത്തുക്കളെ, ഞാൻ പറയണതിലൊക്കെ ചിലപ്പോൾ വല്ല തെറ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഇവിടെയുള്ള വർക്കിൻ്റെ മാറ്റങ്ങൾ. നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു ചെറിയ പാലമുണ്ട്. അത് വേറൊരു ഡിസൈനിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് പോയി നോക്കാം.
ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇതാണ്. ഇവിടെ ഒരാൾ മണ്ണിൽ കുളിച്ച് കിടക്കണുണ്ട്. ഈ മണ്ണൊരു പശയുള്ളൊരു മണ്ണാണ്. അത് കോരിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാണുന്നുണ്ട്. ഇതിങ്ങനെ ഇവിടെ കൂട്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെക്കുക. ഇതാണ് മറ്റൊരു പാലം. ഇവിടെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് ഫില്ല് ചെയ്യേണ്ട വർക്കാണ് ഇവിടെ നടക്കേണ്ടതുള്ളത്. അതിനുള്ള മണ്ണ് വന്നിട്ടില്ല, ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഗത്തുനിന്നും ഇങ്ങനെ മണ്ണ് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഈ പോകുന്നത്. ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. ഈ സൈഡിലൂടെയുള്ള പഴയ റോഡിൽ കൂടെ തന്നെയാണ്. പഴയ റോഡ് പറഞ്ഞാൽ ഒരു താൽക്കാലിക റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് പോകേണ്ടത്. വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങളൊക്കെ ഇതിൽ കടന്നു പോകേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ വർക്ക് നടക്കുമായിരിക്കാം. ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരു വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തത്. ഇതാണ് പുതുതായിട്ട് നിർമ്മിച്ച ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഭാഗത്തു നിന്നാണ് ഇവർ വീട്ടിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വലിയ റോഡ് കിട്ടിയെന്ന് പറയാം. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ വലിയ പ്രയാസം തന്നെയാണ്. വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഇതുപോലൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം. ഇവിടെ സർവീസ് റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാലത്തിൻ്റെ അവിടെയുള്ള കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാണ് ഇതിലെ വാഹനങ്ങൾ പോകാൻ പറ്റാത്തത്. പാലത്തിൻ്റെ അടുത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇതിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ഇവിടെയുള്ള ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാകും. ഇപ്പോൾ ഇതുവഴിയൊക്കെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ട്രാഫിക് ജാമിലൊക്കെ പെട്ട് കുടുങ്ങി പോവാറുണ്ട്. അപ്പം ഇങ്ങനത്തെ സമയത്തൊക്കെ പോകുന്ന ആളുകൾ കുറച്ച് നേരത്തെയൊക്കെ പോകുന്നത് നന്നായിരിക്കും. ഈ ഭാഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടെ കട്ട വെച്ചുള്ള വർക്കല്ല നടക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് വാളാണ്. ഈ കോൺക്രീറ്റ് വാള് നിർമ്മിക്കുന്ന വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട്. ആ വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് വർക്ക്, ഇത് കോൺക്രീറ്റ് വാളിൻ്റെ ഇത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്യലായിരിക്കും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുളപ്പുറം ഭാഗത്തും കൂടെ പോയിട്ടൊന്ന് ആ ഭാഗത്തെ കാര്യം കൂടെ നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഞാൻ മുന്നിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ പുതിയ സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് വേണം. ഇപ്പം നമ്മൾ കുളപ്പുറം ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കാണാം നമുക്ക്. അതുപോലെ ഇവിടെ ക്രാഷ് ബാരിയർ, ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയറാണ് വെക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഇവിടെയുള്ള പഴയ ഈ സിമെൻറ്റിൻ്റെ ക്രാഷ് ബാരിയർ എടുത്തു മാറ്റുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. ഇവിടെ ഈ കുറച്ച് ഭാഗത്തൊക്കെ ആദ്യം തന്നെ സോയിൽ നെയിലിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ വിട്ടുപോയതുണ്ട്. ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇതിൻ്റെ മെഷീനറിയും സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച.
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.